نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فيقول الله تبارك وتعالى أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد. ഈ ആയത്തിൽ അല്ലാഹ് സുബ്ഹാനഹു വ തആല മുൻകാലങ്ങളിൽ അല്ലാഹു ശിക്ഷിച്ചിട്ടുള്ള ജനവിഭാഗങ്ങളെ കുറിച്ച് അവരെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. മൊത്തത്തിൽ ഖുർആനില് ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട ജനതയെ സംബന്ധിച്ച് ആമായി അല്ലെങ്കിൽ മുജ്മലായി മൊത്തത്തിൽ പറയുന്ന സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ചില സമുദായങ്ങളെ അള്ളാഹു ശിക്ഷിച്ചത് വിശദമായി തന്നെ പറയുന്ന സന്ദർഭങ്ങളുണ്ട്. പാത് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ചിട്ടുള്ളത് വിശദമായി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ചിട്ടുള്ളത് അതുപോലെ മുഫസ്സലായി വിശദമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവർക്ക് രണ്ട് വിഭാഗങ്ങൾക്കും മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ അള്ളാഹു ശിക്ഷിച്ചിട്ടുള്ള കാര്യം വിശദമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മൂസാ നബിയുടെ പ്രതിയോഗിയായിരുന്ന ഫിർഔനിനെയും ഫിർഔനിന്റെ ആലിനെയും അനുയായികളെയും അള്ളാഹു ശിക്ഷിച്ചിട്ടുള്ള കാര്യം വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വേറെ ചില സമുദായങ്ങളെ സംബന്ധിച്ച് ആ സമുദായത്തെ നാം ശിക്ഷിച്ചത് നീ കണ്ടിട്ടില്ലേ എന്നുള്ള രൂപത്തില് ഇപ്പോ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ ശിക്ഷിച്ചതും കുറെയൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വിശദീകരിക്കാതെ എന്നാൽ മുജ്മലായി പറഞ്ഞു പോയതുണ്ട്. പിന്നെ അതിലേക്ക് ഇതുപോലെ അങ്ങനെയുള്ള സമൂഹങ്ങളെ നാം ശിക്ഷിച്ചതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. എന്ന് മാത്രമല്ല, ആ ചോദ്യത്തിലുപരി അതിനെക്കുറിച്ചുള്ള തഹദ്ദി അള്ളാഹു നമ്മെ ഭീഷണിപ്പെടുത്തുകയും താക്കീത് നൽകുകയും നമ്മെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന പരാമർശങ്ങൾ വേറെ ഉണ്ട്. നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ സീറൂഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കൂ, എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ അള്ളാഹു ശിക്ഷിച്ചിട്ടുള്ള സമൂഹങ്ങളുടെ ആ ശിക്ഷയുടെ അവശേഷിപ്പുകൾ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട ജനത അവരെ അത് ഇബറത്തിന് വേണ്ടിയാണ് അള്ളാഹു അത് പരാമർശിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഇബറത്ത് ഉൾക്കൊള്ളാനല്ലാതെ അവിടെ ഒരു ടൂറിസം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അത് ശരിയായൊരു നിലപാടുമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചിട്ടുള്ള പ്രദേശം അതിലൂടെ കടന്നു പോകാൻ ഒരിക്കൽ നബിക്ക് അവസരം ഉണ്ടായി. യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ആ പ്രദേശത്തിന് അരികിലെത്തുന്ന സമയത്ത്
ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് വലിച്ചു പിടിച്ചിട്ട് അതിനെ ധൃതിയിൽ ഓടിപ്പിക്കുകയാണ് ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് അവിടെ വാഹനം നിർത്തുകയോ അവിടെ ഇറങ്ങി നിങ്ങൾ അവിടുന്ന് വെള്ളം കുടിക്കുകയോ ചെയ്യരുത്, നിങ്ങൾ അവിടെ ധൃതിയിൽ ഓടിച്ചു പോകണമെന്ന് നബി അവർക്ക് നിർദ്ദേശം നൽകി. എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു, അവർക്ക് ബാധിച്ചതുപോലുള്ള ശിക്ഷകൾ നിങ്ങൾക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഉണർത്തുന്നത്. അപ്പോ അത്തരം സന്ദർഭങ്ങള് അത് ഒരു പഠനം, ഖുർആൻ പഠനത്തിന്റെ ഭാഗമാണ് എന്ന് കരുതി അവിടെ സന്ദർശിക്കുന്നതാണെങ്കിലും, അതല്ലെങ്കിൽ അത് ഒരു പിക്നിക് മനസ്ഥിതിയോടുകൂടി അവിടെ പോയി അതെല്ലാം കണ്ട് ആസ്വദിച്ചു പോരുക എന്നുള്ളതും രണ്ടും അനാവശ്യമായ കാര്യങ്ങളാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ പോയി പഠിക്കണമെന്ന അർത്ഥത്തിലല്ല. ഖുർആൻ പോലുള്ള ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പേനയും കടലാസും എടുത്തിട്ട് ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ എഴുതി അതിന് ശ്രമിച്ചു നോക്കാനല്ലല്ലോ ഖുർആന്റെ തഹദ്ദി. അതേമാതിരിയാണ്. അല്ലാതെ അത് അങ്ങോട്ട് യാത്ര പോകാനല്ല. അതിലൂടെ മറ്റ് കാരണങ്ങളാൽ, ശറഅ് അനുവദിക്കുന്ന കാരണങ്ങളാൽ അതുവഴി കടന്നു പോകേണ്ടി വരികയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞത് ലാ തദ്ഖുലൂ ബുയൂത്തൽ ഖൗമിൽ മുഅദ്ദബീൻ ഇല്ലാ വഅൻതും ബാഖൂൻ. മുഅദ്ദബീങ്ങളായ അള്ളാന്റെ ഇത്തരത്തിലുള്ള ശിക്ഷകൾക്ക് ഇരയായിട്ടുള്ള, വിധേയരായിട്ടുള്ള ആളുകൾ അവരുടെ വാസസ്ഥലങ്ങളിലൂടെ നിങ്ങൾ പോകാനിട വന്നാൽ അവിടെ നിങ്ങൾ പ്രവേശിക്കരുത്. ഇല്ലാ വഅൻതും ബാഖൂൻ, കരഞ്ഞുകൊണ്ടല്ലാതെ. അവിടെ ആസ്വദിക്കാൻ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് സാധിക്കുക? ഒന്നുകില് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയായ വിധത്തിൽ മനസ്സിലാകായ്മ കൊണ്ട്, ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കായ്മ കൊണ്ട്, അതുമല്ലെങ്കിൽ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങൾ അത് കേൾക്കുക അറിയാൻ ചെയ്തിട്ട് അത് പിന്നെ മറിച്ച് ചെയ്യുന്നുവെങ്കിൽ അത് വിശ്വാസമില്ലായ്മ. ഖുർആനിക വചനങ്ങളിലും ഹദീസിന്റെ നസ്സിലും വന്നിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വാസമില്ലായ്മ കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആസ്വദിക്കാനും അതുപോലെ തന്നെ മറ്റു രൂപത്തിൽ അവിടെ കടന്നു ചെല്ലാനും സാധിക്കുള്ളൂ. പക്ഷെ ഖുർആനിൽ അല്ലാഹ് പറയുന്നത് ഇങ്ങനെയുള്ളത് കുറച്ചൊന്നും അല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മനുഷ്യ അധിവാസ കേന്ദ്രങ്ങളിൽ എവിടെ ഖനനം ചെയ്ത് നോക്കിയാലും മനുഷ്യന്റെ തലയോട്ടിയും വിഗ്രഹത്തിന്റെ കഷ്ണവും കിട്ടാതിരിക്കൂല. കാരണം ഖുർആനിൽ അല്ലാഹ് ഒരു സ്ഥലത്തല്ല, നിരവധി സന്ദർഭങ്ങളിൽ ആവർത്തിക്കുന്ന കാര്യമാണ് വക്കം അഹ്ലകന. ഈ കം എന്ന് പറയുന്നത് എത്രയാണ് എന്ന് പറയുന്നത് അത് തഅജ്ജുബിന് വേണ്ടിയാണ്. ലിത്തഅജ്ജുബ്. അവയുടെ കസറ അൽ കസറത്തുൽ കാസിറ തഅജ്ജുബൻ മിൻ കസറതിഹിം അൽ കാസിറ. അത്രയേറെ തലമുറകളെ, അത്രയേറെ ജനവിഭാഗങ്ങളെ നശിപ്പിക്കേണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ, അതിൽ അത്ഭുതം രേഖപ്പെടുത്താനാണ് ഈ കമ്മൂടെ പ്രയോഗിച്ചിട്ടുള്ളത്. വകം അഹ്ലകന ഖബ്ലഹും മിൻ ഖർനിൻ. തലമുറകളെ, എത്ര തലമുറകളെ. ആ തലമുറകളെ കുറിച്ച് പറഞ്ഞു ഹും അശദ്ദു മിൻഹും ബത്ശൻ. അവർക്ക് കായിക ശേഷി ഇവരെക്കാൾ. ഇവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഫാറു ഖുറൈശിൻ, കുഫാറു മക്കത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ തള്ളിക്കളയുകയും റസൂലുള്ളാഹിന്റെ ദഅവത്തിനെ തള്ളിക്കളയുകയും റസൂലുള്ളാഹിന്റെ പ്രതിയോഗികളായി വർത്തിക്കുകയും ചെയ്തിട്ടുള്ള മക്കയിലെ മുശ്രിക്കുകളെ അവരാണ് പറയണത്. അവർക്ക് നബിയുടെ ദഅവത്തിനെ തള്ളിക്കളയുന്ന സന്ദർഭത്തിൽ അവർക്ക് തോന്നുന്നുണ്ടോ അവർ വലിയ കേമന്മാരാണ് എന്ന്? എന്നാൽ അള്ളാഹു എത്ര തലമുറകളെ നശിപ്പിച്ചു. ആ നശിപ്പിച്ച തലമുറകൾ എടുത്തു നോക്കിയാൽ അവരൊക്കെ അശദ്ദു മിൻഹും ബത്ശൻ, ഇവരെക്കാളും കായിക ശേഷിയുള്ളവരാണ്. ബത്ശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടർത്ഥാണ്. ഒന്ന് കൈകൊണ്ട് പിടിക്കുന്നതിന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക അവയവങ്ങൾ കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് പറയും. അതല്ലെങ്കിൽ ആക്രമിക്കുക എന്നുള്ള യൗമ നബ്തുശുൽ ബത്ശത്തുൽ കുബ്ര, അങ്ങനെ ബത്ശ് ആക്രമം എന്ന് പറയും, അല്ലെങ്കിൽ കൈകൊണ്ട് കൈകാര്യം ചെയ്യണതിന് പറയും. രണ്ടിലും വേണ്ടത് കായിക ശക്തിയാണ്. അപ്പൊ അശദ്ദു മിൻഹും ബത്ശൻ, ഇവരെക്കാളും കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, കായികമായ ബലമുള്ള ആളുകളായിരുന്നു അവർ. ഫനഖബൂ ഫിൽ ബിലാദ് ഹൽ മിൻ മഹീസ്. ഫനഖബൂ ഫിൽ ബിലാദ്, അവര് നാടായ നാട്ടിലൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നവരാണ്.
നഖബ്, നിഖാബ്, അൻകാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി എന്നൊരർത്ഥമുണ്ട്. ഞാൻ കഴിഞ്ഞ ഇതിൽ തന്നെ സൂചിപ്പിച്ചല്ലോ. അവസാന കാലത്തെ ഹദീസു ദജ്ജാല് അത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, മക്കയിലേക്കും മദീനയിലേക്കുമുള്ള എല്ലാ നിഖാബുകളിലും എല്ലാ അൻകാബുകളിലും എന്തുണ്ടായിരിക്കും? മദീനയിലേക്ക് കയറാൻ നോക്കുകയാണെങ്കിൽ അവിടെ ഇല്ലാവൽ മലായിക്കത്തു സെൽത്തൻ, വാളുകൾ ഊരിപ്പിടിച്ച രൂപത്തിൽ അവിടെ കാവല് നിൽക്കുന്നുണ്ടായിരിക്കും. മക്കന്റെ കാര്യം അങ്ങനെയാണ്, മദീനയുടെ കാര്യം അതാണ്. ഈ രണ്ട് പട്ടണമല്ലാത്ത എല്ലാ പട്ടണങ്ങളിലും ദജ്ജാല് കയറും എന്ന് പറഞ്ഞു. അപ്പൊ ആ അർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫറഖബൂ ഫിൽ ബിലാദ്, അവര് ളറബൂ ഫി ബിലാദില്ലാഹി അർളൻ വതൂലൻ, അള്ളാഹുവിന്റെ ഭൂമിയിലൂടെ വടക്ക് തെക്കും അതും കിഴക്ക് പടിഞ്ഞാറും അങ്ങോട്ടും ഇങ്ങോട്ടും ലംബമായും തിരശ്ചീനമായും അവര് സഞ്ചരിച്ചു എന്നുള്ള അർത്ഥം വരും. അതല്ലെങ്കിൽ ഫറഖബൂ ഫിൽ ബിലാദ്, അവര് ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലോർ ചെയ്തു. തൻഖീബ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുന്നതിനാണ് പറയാം. ഒരു സംഗതി കുഴിച്ചു നോക്കുക, അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തെല്ലാം കിട്ടാനുണ്ട്, എന്തെല്ലാം നോക്കാനുണ്ട്. ഇങ്ങനെ ഓരോ പ്രദേശത്തും അവര് മാന്തി കൊത്തി കിളച്ച് അവിടെ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി, പൈലിംഗ് നടത്തി വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി, വലിയ സംസ്കാരങ്ങൾ പടുത്തുയർത്തു, നാഗരികതകൾ ഉയർന്നു പൊങ്ങി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഫറഖബൂ ഫിൽ ബിലാദ് ഹൽ മിൻ മഹീസ്, അങ്ങനെ ഭയങ്കര കായിക ശേഷി ഉണ്ടായ ആളുകളാണ് അവര്. നാട് തലങ്ങും വരങ്ങും സഞ്ചരിച്ചവരാണ് അവർ. ഈ ഭൂമിയുടെ സാധ്യതകൾ പരമാവധി ചൂഷണം ചെയ്തിട്ടുള്ള, എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് ഫഹൽ മിൻ മഹീസ്, ഹൽ മിൻ മഹീസ്, അവർക്ക് ഹാസ യഹീസു എന്ന് പറഞ്ഞാൽ ഹാദ യഹീദു എന്നാണ്. ഒരു അപകടം നേരെ വരുമ്പോൾ അതിൽ നിന്നിങ്ങോട്ട് തെന്നി മാറുന്നതിനാണ് ഹാദ അല്ലെങ്കിൽ ഹാസ എന്നൊക്കെ പറയാം. എന്ത് ചെയ്യുക? അവർട്ട് ചെയ്ത് പോവുക. അതിന്റെ ഇസ്മു മക്കാനാണ് മഹീദ് അല്ലെങ്കിൽ മഹീസ് എന്ന് പറയുന്നത്. അപ്പോ തെന്നി മാറാനുള്ള സ്ഥലം, അവർക്ക് നേരെ വരുന്ന ഒരു ആപത്ത്, അവർക്ക് നേരെ വരുന്ന ഒരു ശിക്ഷ, ആ ശിക്ഷയിൽ നിന്ന് തെന്നി മാറാൻ അവർക്ക് പറ്റിയോ? അപ്പൊ ഉദ്ദേശാർത്ഥത്തിൽ അത് മഫർ, രക്ഷപ്പെടാനുള്ള സ്ഥലം, രക്ഷാസങ്കേതം എന്നാകും അതിന്റെ ഉദ്ദേശാർത്ഥം. അവർക്ക് അള്ളാന്റെ ശിക്ഷ വന്നപ്പോ ഇവരെക്കാളൊക്കെ കായിക ബലമുള്ളവരാണ്, ഇവരെക്കാളൊക്കെ ഭൂമി വരങ്ങും തെലങ്ങും സഞ്ചരിച്ചു പോയിട്ടുള്ള ആളുകളാണ്, നാട് കണ്ടവരാണ്, ഇവരെക്കാളൊക്കെ ഈ ഭൂമിയുടെ സാധ്യതകൾ പരിശോധിച്ചിട്ടുള്ള, ചൂഷണം നടത്തിയിട്ടുള്ള ആളുകളാണ്, എക്സ്പ്ലോർ ചെയ്തവരാണ്. എന്നിട്ട് ശിക്ഷ വന്നപ്പോൾ അവർക്ക് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനൊന്ന് തെന്നി മാറി നിൽക്കാൻ, അഭയം കേടാൻ വല്ല അഭയസ്ഥാനവും ഉണ്ടായോ? ഇല്ലല്ലോ. അവരെ പിടികൂടി, അവരെ മുച്ചൂടും നശിപ്പിച്ചു. ചില വിഭാഗങ്ങളെ കുറിച്ച് ശിക്ഷിച്ച് പറഞ്ഞപ്പോ കഅല്ലം യഗ്ന ബിൽ അംസ്, ഇന്നലകളിൽ അങ്ങനെ ഒരു തലമുറ അവിടെ ജീവിച്ചിട്ടേ ഇല്ല എന്നുള്ള രൂപത്തിൽ ഒരു അവശേഷിപ്പുമില്ലാതെ തുടച്ചു മാറ്റി, ഉന്മൂലനം ചെയ്തു. ഫസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, അവര് അവരുടെ കാൽമുട്ടിൽ മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ വലിയ മനുഷ്യന്മാര്, നമുക്ക് നമ്മുടെ സങ്കല്പത്തിൽ പോലും വരാത്ത അത്ര വലിയ മനുഷ്യന്മാര് അവരാ മുട്ടുകുത്തി കിടക്കുന്ന രൂപത്തിലാണ് ശിക്ഷ വന്നു കഴിഞ്ഞപ്പോ പോയത്. അങ്ങനെ വിട്ടയച്ച ആളുകളുണ്ട്. എന്നാ കടലില് ഫിറഔനിനെ അള്ളാഹു മുക്കിക്കൊല്ലും, വല്യോമനുനജ്ജീക ബിബദനിക്, ഇന്ന് നിന്റെ ഈ ഭൗതികമായ ശരീരത്തെ നാം ഇവിടുന്ന് ഇതേമാതിരി നിലനിർത്തും, രക്ഷപ്പെടുത്തും, അവശേഷിക്കും. പിന്നീട് വരാനുള്ള ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് അങ്ങനെ ചെയ്തതുണ്ട്. പക്ഷെ അവർക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു സങ്കേതവും ഉണ്ടായില്ല. ഇന്ന ഫീ ദാലിക ലദിക്റ, അതിൽ നല്ലൊരു ദിക്റുണ്ട്. ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്ബോധനമുണ്ട്, ഒരു ഉണർത്തലുണ്ട്. ആർക്ക്? ലിമൻ കാന ലഹു ഖൽബ്, ഹൃദയമുള്ളൊരുത്തന്. മനസ്സില്ലാത്തവൻ ഇതെല്ലാം കേട്ടിട്ട് എന്താ? അതിനൊക്കെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം, അതിന്റെ ശാസ്ത്രീയ വിശദീകരണം എങ്ങനെയാണ്, അതിന് പറയുന്ന വാക്ക്, ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരങ്ങ് എണീറ്റ് പോകും. മറിച്ച് ഹൃദയപൂർവ്വം ഈ കാര്യങ്ങൾ കേൾക്കുന്ന, ഇത് കേട്ടാൽ ആ കേട്ട രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്, സന്മനസ്സ് വേണം, ഒരു നല്ല സഹൃദയത്വം വേണം. ആ സഹൃദയത്വമുള്ള ആളുകൾക്ക് അതിൽ ദിക്റുണ്ട്. ഔ അൽ ഖസ്സം വഹുവ ഷഹീദ്, അതല്ലെങ്കിൽ അൽ ഖസ്സം, ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവൻ ചെവി നൽകണം. അൽഖാ എന്ന് പറഞ്ഞാൽ ഇട്ടുകൊടുത്തു എന്നാണ്. സമഅ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾവി എന്നാണ്.
കേൾവി ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെവി കൂർപ്പിച്ചു, ചെവി നൽകി. എങ്ങനെ ചെവി നൽകേണ്ടത്? വഹുവ ഷഹീദ് വഹുവ ഹാദിറുൽ ഖൽബ്, ഹൃദയപൂർവം, ഹൃദയ സാന്നിധ്യത്തോടു കൂടി, പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി, ഹൃദയ സാന്നിധ്യത്തോടു കൂടി ചെവി കൊടുക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള സഹൃദയത്വമുള്ള ആളുകൾക്ക് അതിൽ ഉണർത്തലുണ്ട്, അതിൽ ദിക്റുണ്ട്, അതിൽ ഉത്ബോധനമുണ്ട്. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇനി നമുക്കതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കാം. യഖൂലു തആല, യഖൂലുല്ലാഹു തആല, ഫിഅലും ഫാഇല്. പിന്നെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇനി പറഞ്ഞിട്ടില്ലാത്തടത്തും അതിലേക്ക് ലമീറിനെ ഉദ്ദേശിച്ചുകൊണ്ട് തആല അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ പറയണം. അവൻ അലിയാണ്, ലാത്തൻ വസിഫത്തൻ വമഅനൻ മുഖവ്വിഫൻ. അള്ളാഹു പറയുന്നത് മുഖവ്വിഫൻ, അത് ഹാലാണ്. അള്ളാഹ് പറയുന്നത് ഏതവസ്ഥയിലാണ്? പേടിപ്പിച്ചുകൊണ്ടാണ്, നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്. ആരെ? ലിൽ മുശ്രിക്കീൻ അൽ മുകദ്ദിബീൻ ലിർറസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയിട്ടുള്ള മുശ്രിക്കുകളെ, കളവാക്കുന്നവരായ മുശ്രിക്കുകളെ തഖ്വീഫ് ചെയ്യുന്ന നിലയിലാണ് അള്ളാഹു ഇവിടെ ഈ കാര്യം പറയുന്നത്. മുഖവ്വിഫ് എന്നുള്ളത് വാചകത്തിൽ അതിന്റെ സ്ഥാന ഹാലാണ്, ഹാല് മൻസൂബ്. ആരെയാണ്? ലിൽ മുശ്രിക്കീൻ, ആ മുശ്രിക്കീങ്ങളുടെ വർണ്ണന അൽ മുകദ്ദിബീൻ ലിർ റസൂൽ, അവർ റസൂലിനെ കളവാക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പറയുന്നത് വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഐ ഉമമൻ കസീറത്തൻ എന്ന് വെച്ചാൽ ഉമമൻ, ജനസമൂഹങ്ങളെ, ജനപദങ്ങളെ, സമുദായങ്ങളെ. വജഅൽനാകും ശുഊബൻ വഖബായിൽ എന്ന് പറഞ്ഞതാണ്. ആ ശുഊബിനാണ് ഉമം എന്ന് പറയുന്നത്. ഉമ്മത്ത്, നേഷൻ, അതിന്റെ ബഹുവചനമാണ് ഉമം. ജനസമൂഹങ്ങളെ, കസീറത്തൻ, ധാരാളം. ഹും അശദ്ദു മിൻ ഹഉല, അങ്ങനെ അള്ളാഹു നശിപ്പിച്ചിട്ടുള്ള ആ ജനവിഭാഗങ്ങൾ അശദ്ദു മിൻ ഹഉല, ഇവരെക്കാളും കഠിനന്മാരാണ്. ബത്ഷൻ, അശദ്ദു ബത്ഷൻ. അശദ് എന്ന് പറയുന്നത് ഇസ്മു തഫ്ളീലാണ്. അപ്പൊ അശദ്, ശിദ്ദത്ത് പല വിഷയത്തിലും വരാം. അപ്പൊ അതിനൊരു തമീസ് കൊടുക്കണം. എന്താണ് തമീസ്? ബത്ഷൻ, ബത്ഷിന്റെ കാര്യത്തിൽ, കായികശേഷി പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ, കായികശേഷി ഉപയോഗിക്കുന്ന കാര്യത്തിൽ, അത് നാട്ടിൽ നാഗരികതയും സംസ്കാരവും വളർത്തിക്കൊണ്ടുവരാനാകാം, ഭൂമി എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യത്തിലാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങളിലാകാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരമുള്ള അതിക്രമ മനോഭാവത്തിൽ അവരുടെ യുദ്ധശേഷി, പരാക്രമശേഷിയിലാകാം. എന്തിലാണെങ്കിലും അവര് ബത്തുഷിന്റെ കാര്യത്തിൽ, കായിക ബലത്തിന്റെ കാര്യത്തിൽ ഇവരെക്കാളും അവർ കഠിനന്മാരായിരുന്നു. ഐ ഖുവ്വത്തൻ വ ആസാറൻ ഫിൽ അർദ് എന്ന് പറഞ്ഞാൽ മറ്റായത്തുകളിൽ വന്നതും കൂടെ എടുത്ത് നമ്മൾ വ്യാഖ്യാനിച്ചാൽ ഖുവ്വത്തൻ, അവരുടെ ശക്തിയുടെ കാര്യത്തിൽ, മൈറ്റ്, അതാണ് ഖുവ്വത്ത്. വ ആസാറൻ ഫിൽ അർദ്, ഭൂമിയിൽ അവരുണ്ടാക്കിയിട്ടുള്ള അടയാളങ്ങൾ, നാഗരികമായ അടയാളങ്ങൾ, ഭൂമിയിൽ അവരവശേഷിപ്പിച്ച നാഗരികമായിട്ടുള്ള അടയാളങ്ങൾ എടുത്തു നോക്കിയാൽ, അതുപോലെ തന്നെ അവര് നടത്തിയിട്ടുള്ള ഖുവ്വത്ത്, അവര് ഇപ്പൊ ഈ പിരമിഡുകളൊക്കെ അതിന്റെ ഇന്നും നമ്മൾ കാണുന്ന സാക്ഷികളാണല്ലോ, അതിന്റെ നേർസാക്ഷ്യമാണ്. അത്രയും വലുപ്പത്തിൽ, ആ രൂപത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കണമെങ്കിൽ എത്ര ആളുകൾ ഏത് രൂപത്തിൽ പണിയെടുക്കണം? അപ്പൊ അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവര് ഖുവ്വത്തിന്റെ കാര്യത്തിൽ, ശക്തിയുടെ കാര്യത്തിൽ അവർ കേമന്മാരായിരുന്നു. അവരാണ് നമ്മളിവിടെ അവശേഷിപ്പിച്ചതിനേക്കാളും കൂടുതൽ വലിയ നാഗരികമായിട്ടുള്ള അടയാളങ്ങൾ അവശേഷിപ്പിച്ചു പോയിട്ടുള്ള ആളുകൾ. അത് ലോകമഹാത്ഭുതത്തിൽപ്പെടുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന പല ബിൽഡിങ്ങുകളും അവിടേക്ക് എത്തുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകള് വലിഹാസാൽ, അതുകൊണ്ടാണ് പിന്നീട് അള്ളാഹു പറഞ്ഞത് അവരുടെ ഖുവ്വത്തും ആസാറിലും ഇവരെക്കാളും മുന്നിൽ നിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഫനഖബൂ ഫിൽ ബിലാദ്, അവര് നാട്ടിലൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു എന്ന് പറഞ്ഞ അവിടെ ഇദ്ദേഹം കൊടുത്ത അർത്ഥം ഐ ബനൗ അൽ ഹുസൂൻ അൽ മനീഅത വൽ മനാസിൽ അൽ റഫീഅത വഗറസു വൽ അസ്ജാറ വഅജ്റു വൽ അൻഹാറ വസറഉ വഅമറു വദമ്മറു. അവര് ഭൂമിയെ എക്സ്പ്ലോർ ചെയ്തു. ഐ ബനൗ അൽ ഹുസൂൻ, ഹുസൂന് കാസിൽ, കോട്ടകളാണ്. അവര് കോട്ടകളുണ്ടാക്കി, അവര് ഹുസൂന് കോട്ടകളുണ്ടാക്കി. അൽ മനീഅ,
മനിയ എന്ന് പറഞ്ഞാൽ ഭദ്രമായിട്ടുള്ള. മനഅ തടഞ്ഞു, മനിയത്ത് തടഞ്ഞു എന്നാണ്. അത് പ്രതിരോധം, നല്ല പ്രതിരോധ ശേഷിയുള്ള, അതാണ് എന്റെ അർത്ഥം വരുന്നത്. പ്രതിരോധ ശേഷിയുള്ള എന്ന് വെച്ചാൽ ആരെയും തടുക്കാൻ കെൽപ്പുള്ള. അപ്പൊ നമ്മൾ ആരെയും തടുക്കാൻ കെൽപ്പുള്ള കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തില് അങ്ങനെയൊക്കെ പറയാൻ പറ്റുകൊണ്ട് ഭദ്രമായ എന്ന് ഒറ്റ വാക്ക് പറഞ്ഞേക്കും. അങ്ങനെയാണ് മനിയത്തിന് ഭദ്രം എന്നൊക്കെ പറയുന്നത്. ഹുസൂൻ മാനിഅ അല്ലെങ്കിൽ മനിഅ, ഞാൻ രണ്ടും അറബിയിൽ പ്രയോഗിക്കും. എതിരാളികളെ തടുക്കാനും പ്രതിരോധിക്കാനും കഴിയുന്ന കോട്ടകൾ. അൽ ഹുസൂനു അൽ മാനിഅത്തു അബിൽ ഹുസൂനു അൽ മനിഅത്തു, അങ്ങനെയുള്ള കോട്ടകൾ അവർ നിർമ്മിച്ചു. ബനൗ വൽ മനാസിൽ റഫിഅ, മൻസില് മനാസില് വീടുകള്, വാസസ്ഥലങ്ങള്, ആവാസ വ്യവസ്ഥകൾ ഉണ്ടാക്കി. അർ റഫിഅ ഉന്നതമായ, അവരുണ്ടാക്കിയിട്ടുള്ള വാസസ്ഥലങ്ങൾ, അവരുടെ വാസസ്ഥലങ്ങൾ വളരെ ഉന്നതമാണ്. വഗറസു അൽ അസ്ജാർ, അവര് മരങ്ങളെല്ലാം തന്നെ ഗറസു നട്ടുപിടിപ്പിച്ചു. ഗറസ എന്ന് പറഞ്ഞാൽ ചെടികൾ നടുന്നതിനാണ് പറയാ. അവര് നട്ടുപിടിപ്പിച്ചു. അൽ അസ്ജാർ, ഷജർ അസ്ജാർ മരങ്ങൾ. വഅജ്റൗ അൽ അൻഹാർ, അവര് നദികൾ ഒഴുക്കി. നദികള് അവര് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ജലസേചനത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വെള്ളമില്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലത്തിൽ നിന്ന് ഏതെങ്കിലും തടാകത്തിൽ നിന്നോ അല്ലെങ്കിൽ കടലിൽ നിന്നോ അവർ ആ വെള്ളം അവർക്ക് വേണ്ട സ്ഥലങ്ങളിൽ ജലസേചനത്തിന് വേണ്ടിയിട്ട് നദികൾ വെട്ടിയുണ്ടാക്കും. വസറു, അവർ കൃഷി ചെയ്തു. വഅമറു, അവർ ഇമാറത്ത് നാഗരികത ഉണ്ടാക്കി. വദമ്മറു, അവർ തകർത്ത് കളഞ്ഞു. ദമ്മറ ഇദമ്മിറു തദ്മീർ, നശിപ്പിക്കുക. അവരെ എതിരാളികളെയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടെന്ന് തോന്നിയതിനെയും അവർ നശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ മനുഷ്യന്റെ ഈ നിർമ്മാണത്തിനുള്ള കഴിവിനേക്കാൾ കൂടുതൽ മനുഷ്യനുള്ള ഈ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മനുഷ്യന്റെ കഴിവ്, അതും നമ്മൾ ഈ നാഗരികതയുടെ പിന്നാലെ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പല ഈ നാഗരികതകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പല ആളുകളും അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. മനുഷ്യന്റെ ഈ സംഹാരാത്മകമായിട്ടുള്ള ശേഷിയാണ് നിർമ്മാണാത്മകമായ ശേഷിയേക്കാൾ മികച്ചു നിൽക്കുന്നതെന്നാണ് വിലയിരുത്തുന്നത്. ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻ പോലെ നാഗരികതകളുടെ ചരിത്രം അതെഴുതിയ വിൽഡുറാൻഡ് പോലെയുള്ള ആളുകൾ പറയുമ്പോൾ മനുഷ്യന് നിർമ്മിക്കാനുള്ള കഴിവിനെ മികച്ചു നിൽക്കുന്ന മനുഷ്യന് തെദ്മീറിനുള്ള കഴിവാണ്. അത് തകർക്കും. അവർക്ക് വേണ്ടാത്ത എതിരാളികളുടേത് തകർക്കും. അവർക്ക് വേണ്ടതൊക്കെ അവരുണ്ടാക്കും. അവരുണ്ടാക്കുന്ന കൂട്ടത്തില് അൽ ഹുസൂൻ അൽ മനിഅ വൽ മനാസിൽ റഫിഅ ഗറസു അൽ അസ്ജാർ അജ്റു അൽ അൻഹാർ വസറഉ വഅമറു വദമ്മറു ഫലമ്മാ കദ്ദബു റസൂലല്ലാഹ്. അങ്ങനെയുള്ള ആ ആളുകൾ, ജനവിഭാഗങ്ങൾ അള്ളാഹുവിന്റെ മുർസലീങ്ങളെ, നബിമാരെ കളവാക്കിയപ്പോൾ വജഹദു ആയാത്തില്ല, അള്ളാഹുവിന്റെ വചനങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുകയും ചെയ്തപ്പോൾ, കദബ കളവാക്കി, ജഹദ നിഷേധിച്ചു. ജഹദു നിഷേധാണ്. അള്ളാഹ് നിയോഗിച്ചിട്ടുള്ള മുർസലീങ്ങളെ അവന് കളവാക്കുകയും അള്ളാഹുവിന്റെ വചനങ്ങളെ അവരെ നിഷേധിക്കുകയും ചെയ്തപ്പോൾ, വചനങ്ങള് ആവാം ദൃഷ്ടാന്തങ്ങളും ആകാം. ആയാത്തുകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അള്ളാഹു നമ്മളെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി നമ്മളിൽ തന്നെയും ഈ പ്രപഞ്ചത്തിലും സ്ഥാപിച്ചു വെച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ എന്ന അർത്ഥത്തിൽ ആയാത്ത് പറയും. അതുപോലെ തന്നെ ആയാത്തുല്ലാഹി അൽ മുനസ്സല അലാ റുസുലിഹി, അള്ളാഹുവിന്റെ മുർസലീങ്ങൾക്ക് ഇറക്കി കൊടുത്തിട്ടുള്ള വചനങ്ങൾക്കും ആയാത്ത് എന്ന് പറയും. അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളെയും വചനങ്ങളെയും അവർ നിഷേധിച്ചപ്പോൾ അഖദഹുമുല്ലാഹു ബിൽ ഇഖാബിൽ അലീം, അള്ളാഹു അഖദഹും അവരെ പിടികൂടി. ആരാ പിടിച്ചത്? അഖദന്റെ ഫാഇല് അള്ളാഹു. ആരാണ് പിടികൂടിയത്? അഖദഹും, അവരെ. അത് മഫ്ഊൽ ബിഹി. എങ്ങനെ പിടിച്ചു? ബിൽ ഇഖാബിൽ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷയുമായിട്ട്. ഇഖാബ് ശിക്ഷ, അലീം എന്ന് പറഞ്ഞാൽ വേദന ഉണ്ടാക്കുന്ന, വേദനാജനകമായ ശിക്ഷ നൽകിക്കൊണ്ട് അവരെ പിടിച്ചു. വൽ അസാബി ഷദീദ്, കഠിനമായിട്ടുള്ള ദണ്ഡനം അവർക്ക് നൽകി, ശിക്ഷ നൽകി. ഫഹൽ മിൻ മഹീസ്, അപ്പോൾ അവർക്ക് വല്ല രക്ഷാകേന്ദ്രവും ഉണ്ടായിരുന്നോ? അവർക്ക് അള്ളാന്റെ ശിക്ഷ വരുമ്പോൾ ആ ശിക്ഷയിൽ നിന്നൊന്ന് തെന്നി മാറി നിൽക്കാൻ ഒരിടമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഹൽ മിൻ മഹീസ്, അവിടെ ഹൽ എന്നുള്ള ചോദ്യം അത് ഇസ്തിഫ്ഹാം ഇൻകാരി എന്നാണ് പറയാം. ഉണ്ടോ എന്ന് നമ്മളോട് അറിയാൻ വേണ്ടി ചോദിക്കല്ല, ഉണ്ടോ അഥവാ ഇല്ല എന്ന് ഇൻകാർ ചെയ്യാനാണ്. അപ്പൊ അത്തരം ഇസ്തിഫ്ഹാമിന് പറയാം ഇസ്തിഫ്ഹാം ഇൻകാരിയാണ്. ഐ എന്ന് വെച്ചാൽ
ലാ മഫറ ലഹും, അവർക്ക് രക്ഷപ്പെടാനുള്ള സ്ഥലമുണ്ടായിരുന്നില്ല. ഫറ ഓടി രക്ഷപ്പെട്ടു. മഫർ ഓടി രക്ഷപ്പെടാനുള്ള സ്ഥലം, ഇസ്മു മക്കാനാണ്. അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സ്ഥലമുണ്ടായിരുന്നില്ല. മിൻ അസാബില്ല, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്. ഹീന നസല ബിഹിം, ആ ശിക്ഷ അവർക്ക് വന്നിറങ്ങുന്ന സമയത്ത്. ഹീന എപ്പോഴ്? ഹീന അപ്പോൾ. ഹീന എന്നുള്ളത് നിർഫാണ്, സമയത്തെ സൂചിപ്പിക്കുന്നു. നസല ബിഹിം, അവർക്ക് ആ ശിക്ഷ വന്നിറങ്ങിയപ്പോൾ. വലാ മുൻഖിദ, അവർക്ക് അവരെ രക്ഷപ്പെടുത്തുന്ന ഒരാളുണ്ടായിരുന്നില്ല. ഫലം തുഗ്നി അൻഹും ഖുവ്വതുഹും, ഫലം തുഗ്നി അൻഹും ഖുവ്വതുഹും, അവരുടെ കായിക ബലം ഒരിക്കലും അവർക്ക് ഒരു ഉപകാരവും ചെയ്തില്ല. അഗ്നായുഗ്നി, ഗിന നൽകി, ഐശ്വര്യം നൽകി എന്നുവെച്ചാൽ ഉപകാരം ചെയ്തു എന്നാണ് ഫലത്തിന് അർത്ഥം വരിക. അഗ്നായുഗ്നി, ഗിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം എന്നാണ്. അഗ്ന ധന്യനാക്കി, ഐശ്വര്യവാനാക്കി എന്നാണ്. ലം തുഗ്നി, ഒരു ഐശ്വര്യവും കൊടുത്തില്ല, ഒരു ധന്യതയും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരം കൊടുത്തില്ല. അവർക്കൊരു ഉപകാരവും വരുത്തിയില്ല. അൻഹും, അവർക്ക് ഖുവ്വത്തുഹും, അവർക്കുണ്ടായിരുന്ന കായികമായ ശേഷി ഒരു ഉപകാരവും വരുത്തിയില്ല. വലാ അംവാലുഹും, അവര് ശേഖരിച്ചു വെച്ചിട്ടുള്ള കുമിഞ്ഞുകൂടുന്ന സമ്പത്തൊന്നും അവർക്കൊരു ഉപകാരവും ചെയ്തില്ല. വലാ ഔലാദുഹും, അല്ലെങ്കിൽ അവര് വളരെ പ്രതീക്ഷാപൂർവം വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളവരുടെ മക്കളും അവർക്കൊരു ഉപകാരം ചെയ്തില്ല. അള്ളാന്റെ ശിക്ഷ വരുമ്പോ ഇതെല്ലാം ഇട്ടൊഴിഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാൻ മനുഷ്യന് ചെയ്യാൻ കഴിയും. ഓടി രക്ഷപ്പെട്ടാല് എവിടെയും രക്ഷപ്പെടാനുമില്ല. നൂഹ് നബിന്റെ മകൻ പറഞ്ഞില്ലേ, നൂഹ് നബി മകനോട് പറഞ്ഞു, മകനെ കേറ്, എല്ലായിടത്തും വെള്ളം മൂടാൻ പോവുകയാണ്. ഇന്ന് അള്ളാന്റെ ഈ കൽപ്പനയിൽ നിന്ന് നിനക്ക് ഉസ്മത്ത് നൽകാൻ, രക്ഷ നൽകാൻ ഒന്നുമേയില്ല. അപ്പോൾ എന്താ പറഞ്ഞ്, സാവീല ജബലിൻ യഅ്സുമുനി മിനൽ മാ, എത്ര മരണ്ട്, ഞാൻ ഏതെങ്കിലും ഒരു മലിന്റെ മുകളിൽ കയറി രക്ഷപ്പെടും. പക്ഷേ അള്ളാന്റെ ശിക്ഷ വന്നപ്പോൾ അവരുടെ ശക്തി, അവരുടെ സമ്പത്ത്, അവരുടെ സന്താനങ്ങൾ ഒന്നും അവർക്കൊരു ഉപകാരം ചെയ്തില്ല. അള്ളാന്റെ ശിക്ഷ അങ്ങനെയാണ്. അള്ളാഹ് പിടികൂടുകയാണെങ്കിൽ ഫഇദാ ഹും മുബ്ലിസൂൻ, അവരതിലങ്ങോട്ട് പൂർണ്ണമായിട്ട് അകപ്പെട്ടു പോകും. ഒരാൾ പോലും രക്ഷപ്പെടാത്ത വിധം മുച്ചൂടും അവരെ അങ്ങോട്ട് പിടികൂടി നശിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാന്റെ ശിക്ഷ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവം. ഇന്ന ഫീ ദാലിക ലദിക്റ, തീർച്ചയായും അതിൽ ദിക്റുണ്ട്. ഇന്ന ഫീ ദാലിക ലദിക്റ, ഇന്ന എന്ന് പറഞ്ഞത് തന്നെ തേക്കീതിനാണ്. ലദിക്റ എന്ന് പറയുന്ന ലാമും അത് തേക്കീതിന് വേണ്ടി തന്നെയാണ്, എംഫസൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആർക്കാണ് അതില് ദിക്റുള്ളത്? ലിമൻ കാന ലഹു ഖൽബ്, ഹൃദയമുള്ളവന്, സഹൃദയത്വമുള്ളവന്. ഐ ഖൽബുൻ അളീം ഹൈ യകി സക്കി. എങ്ങനെയുള്ള ഹൃദയമാകണം? വിശാലമായ വലിയ ഹൃദയം വേണം. ചെറിയ ഹൃദയം, കോഴിന്റെ ഹൃദയം പോലുള്ള ആളുകൾക്ക് ഇതൊന്നും കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഹൈ ആകണം. ആ ഹൃദയം ചത്തുപോയ ആളുകൾക്ക് ഇതിൽ ഒന്നും ഒരു പാട് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഹൃദയം ചത്തുപോകരുത്, തുടിക്കുന്ന ഹൃദയമാകണം. ദക്കി, അത് നല്ല ബുദ്ധിയുള്ള, വളരെ സ്മാർട്ടായിട്ടുള്ള ഹൃദയമാകണം. സക്കി, പരിശുദ്ധമായ ഹൃദയമാകണം. പരിശുദ്ധമായ, വളരെ സ്മാർട്ടായിട്ടുള്ള, ജീവന്റെ തുടിപ്പുള്ള വലിയ ഹൃദയമുള്ള ആളുകൾക്ക്, അഥവാ ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞാൽ വലിയ മനസ്സിന്റെ ഉടമകൾ, നല്ല സഹൃദയത്വമുള്ള ആളുകൾ, അവർക്കിതിലുണ്ട്, ദിക്റുണ്ട്, ഗുണപാഠമുണ്ട്. ഫഹാദ ഇദാ വറദ അലൈഹി ശൈഉൻ മിൻ ആയാത്തില്ലാഹി തദക്കറ ബിഹാ. ഫഹാദ, ഇവൻ, അതിനാൽ ഇവൻ എന്ന് പറഞ്ഞ സാഹിബു അൽ ഖൽബ് അൽ അലീം അൽ ഹൈ അൽ ദക്കി അൽ നഖി. ഒരു മനസ്സുണ്ട് അവന്, ആ മനസ്സ് അലീമാണ്, അത് ദക്കിയാണ്, അത് ഹയ്യാണ്, ദക്കിയാണ്, നഖിയാണ്. അങ്ങനെയുള്ള ഹൃദയമുള്ള ഒരു മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഇദാ വറദ അലൈഹി, അവന്റെ അടുക്കൽ വന്നാൽ, ശൈഉൻ മിൻ ആയാത്തില്ലാഹ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ, തദക്കറ ബിഹാ, ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവൻ ഉത്ബോധനം ഉൾക്കൊള്ളും. തദക്കറ ബിഹാ, തദക്കറ ബിഹാ ആയാത്തില്ല, അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവൻ ഉണരും, അവൻ ജാഗ്രത കൈക്കൊള്ളും, അവൻ ഉപദേശം ഉൾക്കൊള്ളും, അവൻ ഉത്ബോധിതനായി തീരും. വൻതഫഅ, ആ ആയാത്തുകൾ കൊണ്ട് അവൻ ഉപകാരമെടുക്കും, അവൻ ഇന്തിഫാ ഉണ്ടാവും, അവന് ശരിക്കത് പ്രയോജനം ചെയ്യും. ഫർതഫഅ,
അങ്ങനെ അവൻ അവിശ്വാസത്തിന്റെയും നിഷേധത്തിന്റെയും ചളിക്കുണ്ടിൽ നിന്ന് അവൻ ഉയരും. അവൻ വിശ്വാസത്തിന്റെ, വിനയത്തിന്റെ, അള്ളാഹ്ക്കുള്ള താഴ്മയുടെ ഉയർന്ന വിധാനങ്ങളിലേക്ക് അവൻ ഉയർന്നു പോവുകയും ചെയ്യും. വകദാലിക്, അതേപോലെ തന്നെയാണ്. ഏത് ഇത് ഫഹാദ എന്ന് പറഞ്ഞു. ഹാദനെ നമ്മള് ഇവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സാഹിബു അൽ ഖൽബിൽ അളീമിൽ ഹയ്യി അൽ ദകിയ്യി അൻ നഖി. അവരെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിന്റെ ആയാത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ എന്താണ്, അതിൽ നിന്ന് മുഖം തിരിക്കുന്നവനല്ല, മറിച്ച് തദക്കറ ബിഹാ വൻതഫഅ, അതിൽ നിന്ന് അവൻ ഉപദേശം ഉൾക്കൊള്ളും, അതവന് പ്രയോജനം ചെയ്യും, അവൻ അവിശ്വാസത്തിന്റെ ചളിക്കുണ്ടിൽ നിന്ന് ഉയരുകയും ചെയ്യും. വകദാലിക്, ഇങ്ങനെയുള്ള മനുഷ്യന്റെ അതേ അവസ്ഥയാണ് മൻ, ഒരുത്തനും. ആരാണ് ഈ ഒരുത്തൻ? അൽഖാ സമഅഹു, അവൻ അവന്റെ ചെവി ഇട്ടുകൊടുത്തിട്ടുണ്ട്, ചെവി നൽകിയിട്ടുണ്ട്. അവൻ അവന്റെ ചെവി നൽകിയിട്ടുണ്ട്. അൽഖാ സമഅഹു, അത് അറബിയിലെ മനോഹരമായ ഒരു പ്രയോഗമാണ്. അൽഖസം എന്ന് പറഞ്ഞാൽ ചെവി ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഗൂതം ശ്രവിക്കുക. നമ്മൾ മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയില്ലേ, ഒരു അക്ഷരം വിട്ടുപോകാതെ സൂക്ഷ്മമായ ഒരു കാര്യം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നതിനാണ്, ലിസണിങ്ങിനാണ്. ജസ്റ്റ് കേട്ടു പോകുന്നതിനല്ല, ലിസണിങ്. അതിന് പറയുന്ന ഒരു കാര്യം വിട്ടുപോകാതെ സാകൂതം ശ്രവിക്കുക എന്ന് മലയാളത്തിൽ പറയാം. അതാണ് അൽഖസം. അതിന് അറബിയിലുള്ള ഏറ്റവും മനോഹരമായ പ്രയോഗമാണ്. ഒരുത്തൻ അവന്റെ ചെവി നൽകുന്നു, ശ്രദ്ധാപൂർവം അവൻ ചെവി നൽകുന്നു. ഏതിനാണ് അവൻ അവന്റെ ചെവി നൽകുന്നത്? ഇല ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ വചനങ്ങളിലേക്ക്. അത് ആയാത്തും മുനസ്സലത്താണെങ്കിൽ കേൾക്കും. അതല്ല, അത് അള്ളാഹുവിന്റെ ആയാത്തുല്ലാ അൽ ഫിൽ ആഫാഖ്, ആഫാഖുകളിൽ, ചക്രവാളങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണെങ്കിൽ അത് കേൾക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൃഷ്ടാന്തങ്ങൾ അവന് ചില കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും. ആ കഥകൾ അവന് കേൾക്കും. നമ്മളത് ഗുണപാഠം ഉൾക്കൊള്ളാത്ത ഒരാളെ നോക്കിയാൽ ഒരു കഥയും കേൾക്കാനുണ്ടാവില്ല. നേരെ മറിച്ച് ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് അതൊരുപാട് കഥകൾ അവന് ചെയ്തുകൊണ്ടിരിക്കും, അവനിൽ ഉദ്ദീപിപ്പിച്ചു കൊണ്ടിരിക്കും, അവനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും, അവനിൽ ഇത്തരം കാര്യങ്ങൾ തോന്നിപ്പിച്ചു കൊടുക്കും. ആ കാര്യങ്ങൾ അവൻ കേൾക്കും. വസ്തമഅ, അതിനെ അവൻ ശ്രദ്ധാപൂർവം കേൾക്കും. സമീഉം ഇസ്തമഅയും തമ്മിലുള്ള വ്യത്യാസം. സമീഅ എന്ന് പറഞ്ഞാൽ മുജറദ് അന്നഹു സമീഅ, വെറുതെ ഒരു കാര്യം ഐഡിയലായിട്ട് കേട്ടാലും സമീഅാണ്. ഇസ്തമഅ അങ്ങനെയല്ല, അതില് 3 അക്ഷരങ്ങൾ കൂടിയിട്ടുണ്ട്. സിയാദത്തുൽ ലഫ്ള്, സിയാദത്തു ഫിൽ മഅന. വാക്കിൽ വർധനവുണ്ടെങ്കിൽ ആശയത്തിലും വർധനവ് വേണം. അതാ ഭാഷാ നിയമം. അപ്പൊ ഇസ്തമഅ എന്ന് പറഞ്ഞാൽ വൈദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസുതു, ഖുർആൻ പാരായണം ചെയ്താൽ വെറുതെ അങ്ങനെ കേട്ടാ പോരാ. ഇസ്തമിഉ, നിങ്ങൾ സാകൂതം ശ്രവിക്കണം, ശ്രദ്ധാപൂർവം കേൾക്കണം, ഒന്ന് വിട്ടൊഴിഞ്ഞു പോകാതെ. ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അതവിടെ തുറന്നിച്ച്, അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നിടത്ത് പോയി നമ്മൾ നാട്ടുവർത്താനത്തിന് ഇരിക്കരുത്. നമ്മൾ അടുക്കലൊക്കെ വീഴ്ചകൾ ഉണ്ടാവും. ഒന്നുകിൽ അത് കേൾക്കുകയാണെങ്കിൽ, അത് പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കണം. നമസ്കാരത്തിലാണ് നമ്മൾ അധികം കേൾക്കുക. നമസ്കാരത്തിൽ കേൾക്കുമ്പോൾ നമ്മൾ മറ്റെല്ലാം ഒഴിവാക്കി നമ്മുടെ മനസ്സിനെ അന്യചിന്തകളിൽ നിന്ന്, മറ്റ് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് വൃത്തിയാക്കി, നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കി, നമ്മുടെ വസ്ത്രത്തെ വൃത്തിയാക്കി, നമസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലം വൃത്തിയാക്കി, എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി ഇതിൽ മാത്രം. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് ഇവോക്ക് ചെയ്യപ്പെടുന്ന സമയമാണ് അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തില്. അങ്ങനെയുള്ളടത്ത് വെച്ചിട്ട് നമ്മളത് കേൾക്കുന്നു, അതിന് ഓരോ ലിപികളും. മറിച്ച് അവിടെ നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾ വേറെ എന്തെങ്കിലും നമ്മുടെ ദുനിയാവിന്റെ കെട്ടിക്കുടുങ്ങിയ വിഷയങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് മനസ്സിൽ പോകുക എന്നുള്ളത് അത് വളരെ ദുരന്താണ്, തെറ്റായൊരു കാര്യമാണ്. മറിച്ച് ഈ ആയത്ത് ഇമാമ് ഓതുന്നിടം മുതൽ ഇമാമ് ഓരോ ആയത്തുകൾ പറയുമ്പോഴും അത് ഇയാളെ ടച്ച് ചെയ്യണം, അയാളെ സ്വാധീനിക്കണം. അതിന്റെ ഓരോ അക്ഷരങ്ങളുടെ കൂടെ അയാൾ നീങ്ങണം. അങ്ങനെയാണ് ഇസ്തിമാ നടത്തിയിരുന്നത് സഹാബത്ത്. അങ്ങനെ ഖുർആനെ കുറിച്ച് എവിടെ പറഞ്ഞാലും അത് ഇസ്തിമാ ആണ്, മുജറദ് അല്ല, വെറൊരു കേൾവിയല്ല, ഇസ്തിമാ ആണ്. അപ്പോ അള്ളാന്റെ ആയത്തുകൾ കേട്ടാൽ ഇസ്തമഅഹ, അതിനെ അവർ ശ്രദ്ധാപൂർവം കേൾക്കും. ഇസ്തിമാഅൻ, നന്നായി ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഒരു കേൾവി. ആ കേൾവിയുടെ പ്രത്യേകത യസ്തർഷിദു ബിഹി, ആ കേൾവി മുഖേന അയാൾ റുഷിദ് തേടും. ഇസ്തർഷദ എന്ന് പറഞ്ഞാൽ റുഷിദ് തേടുക.
അതിൽ നിന്ന് അയാൾ ഉൾക്കൊള്ളേണ്ട വിവേകം എന്താണോ ആ വിവേകമാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ആഗിരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. ബിഹി എന്ന് പറയുന്ന ദമീർ മടങ്ങുന്നത് അത് ആ സമഇലേക്കാണ്, ഇസ്തിമാഇലേക്കാണ് മടങ്ങുന്നത്. യസ്തർഷിദു ബിഹി, അതിലൂടെ നേടുന്നു. വസ്തമഅഹ ഇസ്തിമാഅൻ യസ്തർഷിദു ബിഹി, ആ കേൾവിയിലൂടെ അയാൾ അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ആയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ആയത്തിന്റെ മഴനയായിരിക്കും. അതിന്റെ മഴന എന്ന് പറഞ്ഞാൽ, അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാഥമികമായൊരു തലമുണ്ട്. അതിന്റെ പ്രാഥമികമല്ലാത്ത മറ്റു കുറെ മആനി സാനവിയ, അതിന്റെ ദ്വിതീയവും തൃതീയവുമായ അടുക്കുകൾ വേറെ കാര്യങ്ങളുണ്ട്. ഈ ആശയങ്ങൾ നമ്മൾ കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ മനസ്സിൽ തട്ടിയിട്ട് അതിനെ നമ്മളൊരു വിവേകമായിട്ട്, അത് നോളേജിന്റെയും അപ്പുറത്തേക്ക് പോയിട്ട് അതിനെ നമ്മളൊരു വിവേകമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റണം. അങ്ങനെ വിവേകമായി ഉയരുമ്പോൾ മാത്രമേ അത് നമുക്ക് ഉപകരിക്കുള്ളൂ. ആ നിലക്ക് അതിനെ ഒരു വിവേകമായി റുഷിദാക്കിയിട്ട് സ്വീകരിക്കുന്ന തലത്തിൽ അയാൾ കേൾക്കും. വഖൽബുഹു ഷഹീദ്, അതയാൾ കേൾക്കുമ്പോൾ, വഹുവ ഷഹീദ് എന്ന് പറഞ്ഞാൽ വഖൽബുഹു ഷഹീദ്, അയാളുടെ ഹൃദയം അപ്പോൾ അയാൾ കേൾക്കുമ്പോൾ ആ ഹൃദയം അവിടെ സാക്ഷിയായിരിക്കും, അഥവാ ഹൃദയത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഹൃദയ സാന്നിധ്യമില്ലാത്ത കേൾവി കൊണ്ട് ഒരു ഉപകാരമല്ല. ഒരു ദുആണ്, ഹൃദയ സാന്നിധ്യമില്ലാത്തൊരു ദുആണെങ്കിൽ അതുകൊണ്ട് അല്ലാഹ് അത് സ്വീകരിക്കാൻ പോണില്ല. ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള, ദുആക്ക് ഇജാബത്ത് കിട്ടാതിരിക്കാനുള്ള കാരണം പറഞ്ഞോടത്ത് ഒന്നാമത്തെ കാരണം പറഞ്ഞ ഇതാണ്, ലാഹിൽ ഖൽബ്, ഹൃദയമല്ല. അയാളത് നാവുകൊണ്ട് ഇങ്ങനെ പറയാണ്. അത് അങ്ങനെയുള്ള ഒരു ദുആയും അള്ളാന്റെ അടുക്കലേക്ക് ഉയരൂല. ലാഹിൽ ഖൽബ്, ലഹുവിലായി കഴിഞ്ഞിട്ടുള്ള, നമ്മൾ മറ്റു കാര്യങ്ങളിൽ മുഴുകി കഴിഞ്ഞിട്ടുള്ള ഹൃദയം അശ്രദ്ധമായ നിലയിൽ നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥന അത് അല്ലാഹു സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഖുർആൻ കേൾക്കുകയാണെങ്കിൽ കേൾക്കുമ്പോൾ ഇസ്തിമാഅൻ യസ്തർഷിദു ബിഹി, ആ കേൾവി അതിനെ റുഷിദാക്കി മാറ്റാവുന്ന, റുഷിദായി ആഗിരണം ചെയ്യാവുന്ന തരത്തിലുള്ള കേൾവിയായിരിക്കണം. മാത്രമല്ല അത് അയാൾ കേൾക്കുന്ന സന്ദർഭത്തിൽ വഹുവ ഷഹീദ് ഖൽബുഹു ഷഹീദ്, തികഞ്ഞ ഹൃദയ സാന്നിധ്യത്തോടു കൂടി അയാൾ കേൾക്കുകയും ചെയ്യണം. ഫഹാദാ ലഹു അയ്ളൻ ദിക്റ വ മൗഇദ, ഇങ്ങനെ കേൾക്കുന്ന ഒരാൾക്കും ഉണ്ട് ദിക്റ ഫഹാദ, ഇങ്ങനെയുള്ള ഒരുത്തൻ. ആദ്യം പറഞ്ഞൊരുത്തൻ എന്ന് പറഞ്ഞാൽ സാഹിബ് ഖൽബിൻ അളീമിൻ ഹയ്യിൻ ദക്കിയിൻ സക്കി. രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ മൻ അൽഖാ സമഅഹു ഇലാ ആയാത്തില്ലാഹി വസ്തമഅ ഇസ്തിമാഅൻ യസ്തർഷിദു ബിഹി വഖൽബുഹു ഷഹീദ്. ഈ രണ്ടാമത് പറഞ്ഞവനുമുണ്ട്. ഐളൻ അവനുമുണ്ട്, അത് ഹാലാണ്. ദിക്റ, ഇതിൽ വലിയൊരു ഉത്ബോധനമുണ്ട്, ഗുണപാഠമുണ്ട്. വ മൗഇദ, സാരോപദേശമുണ്ട്. വശിഫ, ഒരു ശമനമുണ്ട്. വഹുദ, ഒരു സന്മാർഗമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ, ദിക്റ, മൗഇദ, ശിഫ, ഹുദ, അത് ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ കിട്ടേണ്ട കാര്യം ഒന്ന്, ആ കേൾക്കുന്ന ആള് സാഹിബു ഖൽബിൻ അളീമിൻ ഹയ്യിൻ ദക്കിയിൻ നഖി. അതല്ലെങ്കിൽ മൻ യുൽഖി സമഅഹു വയസ്തമിഉഹു ഇസ്തിമാഅൻ യസ്തർഷിദു ബിഹി വഖൽബുഹു ഷഹീദ്. അവൻ ചെവി കൊടുക്കുന്നു, ചെവി കൊടുക്കുന്ന എന്നിട്ട് അവൻ ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന കാര്യത്തെ വിവേകമാക്കി മാറ്റാവുന്ന തരത്തിലാണ്. അത് കേൾക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ഖൽബിന്റെ സാന്നിധ്യം വേണം, ഹൃദയ സാന്നിധ്യം വേണം. അങ്ങനെയുള്ള ഒരാൾക്കും ഇതിൽ നിന്ന് എന്ത് കിട്ടാൻ പോകുന്നുണ്ട്? ദിക്റ കിട്ടുന്നു, മൗഇദത്ത് കിട്ടുന്നു, ശിഫ കിട്ടുന്നു, ഹുദ കിട്ടുന്നു. വഅമ്മൽ മുഅ്രിദ്, എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും വചനങ്ങളിൽ നിന്നും തിരിഞ്ഞു കളയുന്ന മനുഷ്യൻ, അല്ലദീ ലം യുൽഖി സമഅഹു, അൽ മുഅ്രിദ്, അഅറള യുഅ്രിദു, തിരിഞ്ഞു കളഞ്ഞു, ടുട്ടേൺ അവേ എന്നതിനാണ് അഅറള. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻക. ഇഅറാദ്, തിരിഞ്ഞു കളയാ. അമ്മൽ മുഅ്രിദ്, എന്നാ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ഒരാൾ, ആ മുഅ്രിദിനെ വിശദീകരിക്കുകയാണ്. അല്ലദീ ലം യുൽഖി സമഅഹു ഇലൽ ആയാത്ത്, അവൻ യാതൊരുവനാണ്. ലം യുൽഖി സമഅഹു, അവൻ അവന്റെ ചെവി നൽകിയിട്ടില്ല. ഇലൽ ആയാത്ത്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്കും വചനങ്ങളിലേക്കും സാഗൂതം അവൻ ശ്രദ്ധ കൊടുത്തിട്ടില്ല, ചെവി കൊടുത്തിട്ടില്ലാത്ത വ്യക്തിയാണ്.
ഫഹാദ, അങ്ങനെ ശ്രദ്ധിക്കാതെ വെറുതെ കേട്ടുപോയ ഒരാളാണെങ്കിൽ, ചെവി കൊടുക്കാത്ത ഒരാളാണെങ്കിൽ, സഹൃദയത്വമില്ലാത്ത ഒരാളാണെങ്കിൽ, ഹൃദയ സാന്നിധ്യത്തോടു കൂടി കേൾക്കാത്ത ഒരാളാണെങ്കിൽ, കേൾക്കുന്ന കാര്യത്തെ റുഷിദാക്കി മാറ്റാൻ ശ്രമിക്കാത്ത ഒരാളാണെങ്കിൽ, ഫഹാദ ലാ തുഫീദുഹു ശൈഅൻ, അവൻ ഇത്തരം ആയാത്തുകൾ യാതൊരു ഉപകാരവും ചെയ്യില്ല. അഫാദ യുഫീദു എന്ന് പറഞ്ഞാൽ ലാ തുഗ്നി എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെയാണ്. ലാ തുഗ്നിഹി ശൈഅൻ ലാ തുഫീദുഹു ശൈഅൻ, അത് അവന് ഒരു ഉപകാരവും വരുത്തില്ല. ലിഅന്നഹു ലാ ഖബൂല ഇൻദഹു, എന്തുകൊണ്ട്? ലാ ഖബൂല ഇൻദഹു, അവന്റെ അടുക്കൽ അവിടെ അവൻ കേൾക്കുന്ന, അവൻ വായിക്കുന്ന, അവൻ കേൾക്കുന്ന ആ കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു സ്വീകാര്യത, അത് റിസീവ് ചെയ്യാനുള്ള ഒരു സ്വീകാര്യത അവനില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ലിഅന്നഹു ലാ ഖബൂല ഇൻദഹു, അവന്റെ അടുക്കൽ ഖബൂലില്ല, അത് സ്വീകരിക്കാനുള്ള ഒരു സന്മനസ് അവനില്ല. വലാ തഖ്തളി ഹിക്മത്തുല്ലാഹി ഹിദായ മൻ ഹാദാ വസ്ഫുഹു വനഅതുഹു, വലാ തഖ്തളി ഹിക്മത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഹിക്മത്ത് താല്പര്യപ്പെടുന്നില്ല. ലാ തഖ്തളി, താല്പര്യപ്പെടുന്നില്ല. ഹിക്മത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഹിക്മത്ത് എന്ത് താല്പര്യപ്പെടുന്നില്ല? ഹിദായത്തൻ, ഹിദായത്ത മൻ, ഒരുത്തിന് ഹിദായത്ത് കൊടുക്കുക എന്നുള്ളത് അള്ളാഹിന്റെ ഹിക്മത്ത് പെട്ടതല്ല, ഹിക്മത്തിന്റെ താല്പര്യമല്ല. ഈ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹാദാ വസ്ഫുഹു വനഅതുഹു, ഈ പറഞ്ഞതാണ് അവന്റെ വിശേഷണവും അവന്റെ വർണ്ണനയും. എന്താണ്? അവൻ മുഅരിളാണ്. ലാ യുൽഖി സമഅഹു ഇലൽ ആയാത്ത് വലൈസ ഇൻദഹു ഖബൂൽ, അവൻ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനാണ്, അവൻ ശരിക്ക് ചെവി കൊടുക്കാത്തവനാണ്, ഒരു നിലക്കും അവന്റെ അടുക്കൽ ഒരു ഖബൂലില്ല. അങ്ങനെ പറഞ്ഞൊരു വ്യക്തി അവന് പിന്നെ ഖുർആനിൽ നിന്ന് ഹിദായത്ത് കൊടുക്കുക എന്നുള്ളത് അള്ളാഹിന്റെ ഹിക്മത്തിൽപ്പെട്ട കാര്യമേ അല്ല. ഇതാണ് സഅദി അതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം. ആ അറബി വാചകങ്ങൾ ഒന്നുകൂടി നിങ്ങൾ വായിച്ചു നോക്കി കിട്ടാൻ പ്രയാസം ഉണ്ടാവില്ല. യഖൂലു തആല മുഖവ്വിഫൻ ലിൽ മുശ്രിക്കീൻ, ആരാ മുശ്രിക്കീങ്ങൾ? അൽ മുകദ്ദിബീന ലിർറസൂൽ, അവരോടാണ് അള്ളാഹു, അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത്. വകം അഹ്ലകനാ ഖബ്ലഹും മിൻ ഖർനിൻ, മിൻ ഖർനിൻ എന്ന് പറഞ്ഞാൽ ഐ ഉമമൻ കസീറത്തൻ, അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹിന്റെ ശിക്ഷ കിട്ടിയിട്ടുള്ള ആ തലമുറകൾ എന്ന് പറഞ്ഞാൽ അശദ്ദു മിൻ ഹഉലാഇ ബത്ശൻ, ഇവരെക്കാൾ, ഇപ്പൊ നബിയെ കളവാക്കുന്ന ഈ മക്കാ മുശ്രിക്കുകളെക്കാളും ബത്ശുള്ളവരാണ്. ഐ ഖുവ്വത്തൻ വആസാറൻ ഫിൽ അർദ്, ശക്തി, കായിക ശേഷിയുള്ളവരാണ്. ഭൂമിയിൽ അടയാളങ്ങൾ, നാഗരികത അടയാളപ്പെടുത്തി പോയിട്ടുള്ള ആളുകളാണവർ. വലിഹാദ ഖാൽ, അതുകൊണ്ടാണ് അള്ളാഹ് തുടർന്ന് പറഞ്ഞത് ഫനഖബു ഫിൽ ബിലാദ്, അവര് നാട്ടിലൂടെ വിലങ്ങും തലങ്ങും സഞ്ചരിച്ച് നാട് ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് അവർക്ക് വേണ്ട വിധം നാഗരിക കേന്ദ്രങ്ങൾ പടുത്തുയർത്തിയവരാണ്. എന്ന് വെച്ചാൽ ഈ ബനവും അവർ നിർമ്മിച്ചു. അൽ ഹുസൂൻ അൽ ബനീഅ വൽ മനാസിൽ അർ റഫീഅ വഗറസു അൽ അസ്ജാർ വഅജ്റു അൽ അൻഹാർ വസറഉ വഅമറു വദമ്മറു ഫലമ്മാ കദ്ദബു റസൂലല്ലാഹ്. അങ്ങനെയുള്ള വലിയ ഭീമന്മാരും മഹാന്മാരും കേമന്മാരും ഒക്കെ ആയിരുന്ന ആ ജനത അള്ളാഹുവിന്റെ മുർസലീങ്ങളെ കളവാക്കിയപ്പോൾ വജഹദു ആയാത്തില്ല അഖദഹുമുല്ലാഹു ബിൽ ഇഖാബിൽ അലീം വൽ അദാബിൽ ശദീദ് ഫഹൽ മിൻ മഹീസ്. ആ ശിക്ഷ വന്നപ്പോൾ അവർക്കൊന്ന് തെന്നി നിൽക്കാനൊന്ന് രക്ഷപ്പെടാൻ ഒരു സ്ഥലം കിട്ടിയോ? ഐലാ മഫറ ലഹും മിൻ അദാബില്ലാഹി ഹീന നസല ബിഹിം വലാ മുൻഖിദ് ഫലൻ തുഗ്നി അൻഹും ഖുവ്വതുഹും വല അംവാലും വല ഔലാദും. അള്ളാന്റെ ശിക്ഷ അവർക്ക് വന്നിറങ്ങിയപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു മഫറും ഉണ്ടായില്ല, അവരതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു മുഖ്യം ഉണ്ടായില്ല. അങ്കത യുക്കിത് പറഞ്ഞാൽ രക്ഷപ്പെടുത്തിയതാണ്, മുഖത് രക്ഷകൻ. ഫലം തുഗ്നി അൻഹും ഖുവ്വതുഹും, അവർക്ക് അള്ളാഹ് നൽകിയ ശക്തി അതവർക്കൊരു ഉപകാരം ചെയ്തില്ല. വല അംവാലുഹു വല ഔലാദും, സ്വത്തോ അല്ലെങ്കിൽ സന്താനങ്ങളോ അതും അവർക്കൊരു ഉപകാരം ചെയ്തില്ല. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബ്, ഇതില് ദിക്റുണ്ട് ആർക്ക്? ലിമൻ കാന ലഹു ഖൽബ്. ആ ഖൽബ് എന്ന് പറഞ്ഞാൽ ഖൽബുൻ അളീം ഹൈ സക്കി ഫഹാദ ഇദാ വറദ അലൈഹി ശൈഉൻ മിൻ ആയാത്തില്ല. ഇങ്ങനെയുള്ള ഹൃദയത്തിന്റെ ഉടമക്ക് അള്ളാന്റെ വചനങ്ങൾ വന്നാൽ തദക്കറ ബിഹ വൻതഫഅ ഫർതഫഅ, അവനതിന്റെ ദിക്ർ ഉൾക്കൊള്ളും, അതവന് ഉപകരിക്കും. അത് മുഖേന അവൻ അവിശ്വാസത്തിന്റെയും നിഷേധത്തിന്റെയും ചളിക്കുണ്ടിൽ നിന്ന് ഉയരുകയും ചെയ്യും. വകദാലിക്, ഇതേ അവസ്ഥ തന്നെയാണ് മൻ അൽഖാ സമഅഹു ഇലാ ആയാത്തില്ല, അള്ളാന്റെ വചനങ്ങൾ സാഗൂതൻ ശ്രമിക്കുന്ന ഒരുത്തന്റെ കാര്യം. വസ്തമഅഹ, അവനത് ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നത്. ഇസ്തിമാഅൻ യസ്തർശിദു ബിഹി, ആ കേൾക്കുന്ന കാര്യത്തെ വിവേകമാക്കി മാറ്റുന്ന തരത്തിലുള്ള കേൾവിയാണ്. അത് ഒരു ഇൻഫർമേഷൻ അല്ല,
അത് ഒരു നോളജ് അല്ല. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വിവേകമാക്കി മാറ്റണം, അതിനെ ഒരു റുഷിദാക്കി മാറ്റണം. ആ നിലക്ക് കേൾക്കും. വഖൽബുഹു ഷഹീദ്, അവൻ കേൾക്കുമ്പോൾ അവന്റെ ഹൃദയം അതിന് ഹൃദയത്തിന്റെ സാന്നിധ്യത്തോടു കൂടിയാണ്, അതവിടെ ഹാജറാണ്. ഫഹാദാലഹു വൈദൻ ദിക്റ വമൗഇദ വശിഫാ വഹുദ, അങ്ങനെയുള്ളവർക്കും അത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ദിക്റ കിട്ടും, മൗഇദത്ത് കിട്ടും, ശിഫ കിട്ടും, ഹുദ കിട്ടും. വഅമ്മൽ മുഅ്രിദ്, എന്നാൽ ഇതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ്. ആരാണ് തിരിഞ്ഞു കളയുന്നവൻ? അല്ലദീ ലം യുൽഖി സമഅഹു ഇലൽ ആയാത്ത് ഫഹാദാ ലാ തുഫീദുഹു ശൈഅൻ ലിഅന്നഹു ലാ ഖബൂല ഇൻദ, അവനൊരു ഉപകാരം ഉണ്ടാവില്ല. കാരണം അത് സ്വീകരിക്കാനുള്ള സംവേദനക്ഷമത അവനില്ല. വലാ തഖ്തദി ഹിക്മത്തുല്ലാഹി ഹിദായത മിൻ ഹാദാ വസ്ഫുഹു വനഅതു, ഈ തരത്തിലുള്ള വിശേഷണവും വർണ്ണനയുമുള്ള ഒരുത്തര് ഹിദായത്ത് കൊടുക്കുക എന്നുള്ളത് അള്ളാന്റെ ഹിക്മത്ത് താല്പര്യപ്പെടുന്നുമില്ല. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു